ആരംഭിക്കുന്നത്. ഈ നാടകത്തെ കുറിച്ച് രണ്ട് വാക്കുകൾ. സ്വാതന്ത്ര്യം ജീവാമൃതമാണെന്നും പാരതന്ത്ര്യം മാലികൾക്ക് മൃതിയേക്കാൾ ഭയാനകമാണെന്നും നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. പക്ഷേ മാനവരാശിയുടെ ആരംഭം തൊട്ട് ഇന്നേ വരെ ലിഖിതവും അലിഖിതവുമായ കരിനിയമങ്ങൾക്ക് കീഴിലുള്ള അടിമത്വം ഒളിഞ്ഞും തെളിഞ്ഞും നമ്മെ അടിമത്തത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതും ലോക ചരിത്രത്തിലെ മറക്കാനാവാത്തതുമായ ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് ഈ നാടകം അതിശക്തമായി വിരൽ ചൂണ്ടി. പ്രവാസം ഒരു മൂന്നാളായി നമ്മെ കീഴടക്കാൻ തിരിച്ചു വരുന്നു. സ്വന്തം അസ്തിത്വത്തിൽ അറിയപ്പെടാൻ, സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കാൻ, അന്ത്യത്തോളം പോരാടി ജയിക്കുവാൻ പ്രാർത്ഥനാ ഗോപുരത്തിന്റെ അടിത്തറയ്ക്ക് ചുറ്റും നമ്മൾ ഒന്നിക്കേണ്ടി. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ തമിഴ ക്രിസ്ത്യൻ ആർട്സിന്റെ 7ാമത് നാടകം പ്രവാസം. ആവശ്യമില്ലാത്ത എല്ലാവരും തലക്ക് എന്നാ നോക്കും. എന്തായാലും അവിടെ എൻ്റെ പാർട്ടിക്കാരും ഉണ്ട്. പിന്നെ കൂടുതൽ എന്തെങ്കിലും വരികയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് എന്നാ പറയാനാടേ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളെ അന്യായമായിട്ട് പിരിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം ഒരു ഗതി പരഗതി ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് അവരുടെ ബാധ്യത ഇപ്പം ഞങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. നിന്റെ തൊഴിലാളിന്റെ എടാ അവസാന കാലത്ത് പിന്നെ നോക്കാൻ ആരും കാണത്തില്ല ഇങ്ങനെ പണി കഴിക്കും. അത് നിന്റെ ഫിലോസഫി, നിന്റെ പോലുള്ള മൂരാച്ചുകളുടെ ഇങ്ങനെ കളിയായിരിക്കും. നമ്മുടെ ആർട്സ് ക്ലബിന്റെ പരിപാടി അവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഓളെ താനല്ലേ ക്ലബിന്റെ സെക്രട്ടറി. കൊള്ളാം, നഞ്ചത്തിന് നന്നായി. എനിക്ക്
ഒരു പാട്ടും കരോക്കെ പാടിയാ പോകുന്നു പാടി പഠിക്കും പഠിക്കും വയ്യാത്തോ? ഉളകമായ സ്നേഹദായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൻ ഉളകമായ സ്നേഹദായക ശ്രീയേശുനായക. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിനെന്താ പോകാൻ ഞാനിപ്പോ അവിടെ ഇട്ടാവും. Hello, 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 hallelujah. Hey, hello, 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 hallelujah. Hey, hello, 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 hallelujah. Hallelujah, hallelujah. Hey, hello, 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 hallelujah. Hey, hello, 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 hallelujah. Hey, hello, 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 hallelujah. Hallelujah, hallelujah. ഇവർക്കൊക്കെ ഇതേ പറഞ്ഞിട്ടുള്ളൂ. വല്ല ഭരതനാട്യം കുച്ചിപ്പുടിയെ കളിക്കണമെങ്കിൽ വേറെ ഡിജൻ തോന്നിവാസം പറയുന്നത് കാലഹരണപ്പെട്ട് ഉഴുത്തു മാറിയ ചില സംസ്കാരങ്ങള് ഇന്ന് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില വിഷവിത്തുകളുടെ സ്വഭാവമാണിത്. ഞാനൊന്നും പറയുന്നില്ലേ. ഒരു ഫാൻസി ഡ്രസ്സിന്റെ ട്രയൽ നോക്കിയത് അതിലെന്തോ അധികാര പ്രമത്തതയുടെ ദുരമൂത്ത് കണ്ണിൽ തിമിരം കയറിയ യുദ്ധക്കൊതിയന്മാരെ നിങ്ങൾ കാണുന്നില്ലേ? മാതാപിതാക്കളില്ലാത്ത മക്കൾ, മക്കളില്ലാത്ത മാതാപിതാക്കൾ, സഹോദരങ്ങളില്ലാത്ത സഹോദരങ്ങൾ. കരുണയുടെ കണ്ണീർ വറ്റിയോ ഈ പാഴ്മരുഭൂവിൽ? ലോകരാഷ്ട്രങ്ങളെ മാപ്പ്, മാപ്പ്. കൊള്ളാം കൊള്ളാം. താങ്ക് യു. ഇത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ ഒരു ആനുകാലിക ചിന്തയ്ക്ക് പറ്റിയൊരു കാര്യമാണ്. ജനിച്ചു വീഴുന്ന മണ്ണില് സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ദുരവസ്ഥ തന്നെയാണ്. അത് മരണമാണത്. രാജ്യത്തിന്റെ നിയമവാഴ്ചയ്ക്ക് എതിരെ നിൽക്കുന്നത് എന്നിട്ട് സ്വാതന്ത്ര്യം ഇത് വരാൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ആരാധിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഹനിക്കപ്പെടുകയാണെങ്കിൽ പ്രതികരിക്കണ്ടേ? അന്യർ ഭരിച്ചുപിടിച്ച രാജ്യത്തിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൂടാതെ വ്യക്തിപരമായ ചില വികസനങ്ങളും വ്യക്തിപരമായിട്ടുള്ള വികസനം നടക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. സത്യവിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞുള്ള ചേരിയിലേക്ക് മാറി നിന്നുകൊണ്ടല്ലേടോ തനിക്ക് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് പോലും, അല്ലേ? ഞങ്ങളെ കെട്ടിക്കാനും വീട് വെക്കാനുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരും ഞാൻ സന്തോഷമാണ്.
ലീസ, അതിന്റെ ഭാഗമായിട്ടാണോ എന്റെ അനിയൻ കോളേജ് ക്യാമ്പസിൽ കൊല്ലപ്പെട്ടത്? ആ കേസിനെ പ്രതി ആ സമയത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ അംഗമല്ലായിരുന്നു. അതുകൊണ്ട് ആ കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വിശ്വസിക്കും. അവിടെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ജീസ, നിനക്കറിയുമോ? നിനക്കറിയോ ജീസ, എന്റെ അനിയന്റെ മരണശേഷം എന്റെ അമ്മയുടെ കണ്ണിലെ കണ്ണുനീർ ഇന്നും തോന്നിട്ടില്ല. നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോയി ചാടുക. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്റെ പാട്ട് നിനക്ക് ചെയ്തു. നീ ഒന്ന് കാല് മാറ്റി മാത്രം ചവിട്ടിയാൽ മതി. ജീസ, നീ അത് വിട. നമ്മുടെ രണ്ടുപേരും തന്ത വേറെ വേറെ. എനിക്കറിയാം എന്നതാ ചെയ്യേണ്ടത്, എന്നതാ ഉണ്ടാക്കേണ്ടത്. നീ എന്നെ പഠിപ്പിക്കണ്ട. നീ ടെൻഷൻ അടിക്കാതെ. ടെൻഷൻ അടിക്കണ്ട. ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ ആർട്സിന്റെ നാടകം തുടങ്ങാം. അപ്പൊ അങ്ങ് നാടകം കാണാം. ശരി, പോയേക്കെ പോയി, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുവായിരുന്നു നാടകത്തിന്റെ പേരെന്ത് പറഞ്ഞു? പ്രവാസ്. ശരിയാ, പ്രവാസ്. അപ്പൊ അങ്ങ് നാടകം കാണാം. അല്ല, കണ്ടപ്രധാനം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ രാജ്യമായ നെബൂഖദ്നേസർ പ്രഭു യഹൂദ രാജ്യമായ യെഹോയാക്കീമിനെ ആക്രമിച്ച് 3 വർഷം തികയാണ്. കൂടെ കൊണ്ടുവന്ന അടിമകൾ, പൊന്ന്, വെള്ളി എന്നിവയുടെ കാര്യം മറന്നുപോയി. ആ പൊന്നും വെള്ളി നമ്മുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ഭദ്രമായിരിക്കുകയാണല്ലോ. കൊണ്ടുവന്ന അടിമകൾ ദാനിയേല്, ശത്രുക്ക്, മേശക്ക്, അവരും അവർ മിടുക്കന്മാരും. ഞാൻ ആ കാര്യത്തെപ്പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മേശക്ക് അവതരവുമൊക്കെ ഇന്നാണ് അവർ രാജാവിനെ കാണിക്കേണ്ടത്. അവരുടെ മേൽവികാരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, അവരെല്ലാവരും മിടുക്കന്മാർ തന്നെ. പക്ഷേ അവരെല്ലാവരും വന്നു. മറ്റൊരു രഹസ്യം കൂടി പറയാം. അതെന്താണ്? ബാബേലിനെ പോലെ അവർ മാംസഭക്ഷണം കഴിച്ചു. അവരാവശ്യപ്പെട്ട പ്രകാരം അവർക്ക് ഭോജന ഭക്ഷണമാണ് കൊടുത്തത്. അവർ രാജസന്നിധിയിൽ തോറ്റുപോയാൽ താങ്കളായിരിക്കും ഉത്തരവാദി. എന്റെ മാനവോ, ചതിക്കല്ലേ. വന്ദനമര്യാദകളെ, ഇന്ന് രാജ്യസഭയിൽ ഹാജരാകുമെന്ന് അറിയിച്ചിരുന്നത് തോന്നാം. താങ്കളുടെയും ഈ നിൽക്കുന്ന ശബ്ദർക്ക് മേശക്ക് അഭേദ്രവും എന്നിവരുടെ ബുദ്ധിസാമർത്ഥ്യത്തിൽ നാം സന്തുഷ്ടരാണ്. എന്നാൽ ഇവിടെ കായികക്ഷമത പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവമായ യഹോവയാൽ എല്ലാം സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തയ്യാറാണ്. ഞങ്ങളും തയ്യാറാണ്. ബലപരീക്ഷ നടക്കട്ടെ. ബക്സറുമായി ബലപരീക്ഷ നടക്കട്ടെ. ഞാനും ബലപരീക്ഷ നടക്കട്ടെ. ബലപരീക്ഷ നടക്കട്ടെ. ശരി, നിങ്ങൾ എന്നെ പുറത്തു
രാജാവ് വരുമ്പോ വിളിക്കാം. അതെ, അതോടൊപ്പം നമ്മുടെ ബാബിലോൺ സാമ്രാജ്യവും വികസിക്കട്ടെ. അല്ലേ അതാൻ? ബാബേലിന്റെ കീർത്തി രാജ്യാന്തരങ്ങളിൽ മുഴങ്ങിക്കേൾക്കട്ടെ. അതിൽ അകമ്പടി നായകൻ എന്ന നിലയിൽ താങ്കൾക്കും അഭിമാനിക്കാം. ഷണ്ടാദി, തീർച്ചയായും മഹാരാജ. തീർച്ചയായും മഹാരാജ്. സകല ഭൂവാസികളും ബാബിലോണിന്റെ പറക്കുന്ന കൊടിക്കുറയ്ക്ക് കീഴിൽ നമ്രശിരസ്കരാകുന്ന കാലം ആ സ്വപ്നം സാക്ഷാത്കരിക്കും എന്നൊരു സംശയമില്ല. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമല്ലേ, സകലരും നമ്മുടെ മഹാദേവമായ ബാൽദേവന്റെ മുമ്പിൽ മുട്ടുമുട്ടുന്ന കാഴ്ച അതിവിദൂരമല്ല. നെബൂഖദ്നേസർ അങ്ങനെ മഹാചക്രവർത്തി അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മുടെ നാമധേയം നിലകൊള്ളും. എങ്ങനെ? ഒന്നുകൂടെ. നെബൂഖദ്നേസർ വിശ്വമഹാചക്രവർത്തി. അപ്പാ, ആ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു വാക്കിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. എന്താണ് അങ്ങനെ? കബന്ധം. കബന്ധം എന്നാൽ എന്താണപ്പാ? എന്താണ് കബന്ധം. കബന്ധം? കബന്ധം അസ്മര ഒരു യഹൂദ പ്രവാസി മകനെ, ഇതാണ് കബന്ധം. തലയില്ലാത്ത ജനം. ഇനി പോയി ബാക്കി പാഠങ്ങൾ അഭ്യസിക്കും. ശരിയപ്പാ. ബാബേൽ സാമ്രാജ്യത്തിന്റെ അധിപതി ചോര കണ്ടു വളരും. അതിൽ നിന്ന് വേണം സാമ്രാജ്യത്തിന്റെ നെടുംതൂണുകൾ ശക്തിമത്തായി ഉയർന്നു. അതാണ് ഈ കബന്ധം നീക്കം ചെയ്യൂ. മഹാരാജ. തിരുമനസ്സേ, പ്രവാസികളായ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ അങ്ങയുടെ ഉത്തരവ് പ്രകാരം ദാനിയേൽ അങ്ങ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥവും പറഞ്ഞു തരാൻ വന്നിട്ടുണ്ട്. അവരെ വിളിപ്പി. ദാനിയേൽ, വിളിക്കൻ. എന്തേ? ഓ, ദാനി വന്ദനം. അവിടുത്തെ ആഗ്രഹപ്രകാരം ഞാനും എന്റെ സഹോദരങ്ങളും കൽദയ ഭാഷയിൽ സംസ്കാരം 3 വർഷങ്ങളായി അഭ്യസിക്കുകയായിരുന്നു. എവിടെ? ഈ നിൽക്കുന്ന അടിയന്റെ സഹോദരങ്ങൾ ഓ, കേറി വരൂ. ഒരു കളയെ കാത്തിരിക്കുന്നു. ദാനിയേൽ, പേര്? ശദ്രക്. ഏതെല്ലാം ബാബിലോണിന്റെ കാരാഗ്രഹത്തിൽ ഇപ്പോൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? യഹോയാക്കീം.
പേര് മെസക്. നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട 2 നദികൾ ഊരായി ഹിദേക്ക്. പേര് അപ്പത്തേക്കോ രാജാവിന്റെ അധികാരം നിലനിർത്തുന്നത് ആരാണ്? സത്യ ദൈവം. അല്ല, നാം ഇവിടെ ബുദ്ധിസാമർത്ഥ്യത്തെ കുറിച്ച് നേരത്തെ തന്നെ കഴിഞ്ഞു. ഇപ്പോൾ അത് ബോധിക്കുകയും ചെയ്തു. ഇവർ നമ്മുടെ രാജസന്നിധിയിൽ ശുശ്രൂഷിക്ക് നിൽക്കട്ടെ. ഉത്തരവ് പോലെ നിങ്ങൾ പോകൂ. ദാനിയേൽ, നാം കണ്ട സ്വപ്നം അത് ഞാൻ മറന്നു. ബാബേലിൽ ഒരു മന്ത്രവാദിക്കും അഭിചാരകനും എന്ന് സ്വപ്നമോ അർത്ഥമോ പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ടില്ല. അവരെ എല്ലാവരെയും എല്ലാ വിദ്വാൻമാരെയും കൊന്നുകളവാൻ വാക്യം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഗുണമാണ്. തിരുമനസേ, അങ്ങയുടെ സ്വപ്നത്തെ പറ്റി പറയാൻ ആർക്കും കഴിയില്ല. എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവം, ആ സ്വർഗത്തിലുള്ള ദൈവം ഈ സ്വപ്നത്തെ പറ്റി വ്യാഖ്യാനിക്കട്ടെ. ശരി, സ്വപ്നവും അതിന്റെ അർത്ഥവും പറവിൻ. രാജാവ് സ്വപ്നത്തിൽ കണ്ടത് വലിയൊരു ബിംബത്തെയാണ്. അതിന്റെ തല കണ്ടൽ കൊണ്ടും നെഞ്ചും കൈയും വെള്ളികൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ ഇരുമ്പും കല്ലുകൊണ്ടും ഒന്നുമായി. ശരി, എങ്ങനെ തന്നെ ഞാൻ ഓർക്കുന്നു. ബാക്കി പറയും. കഴിഞ്ഞോടാൻ പറഞ്ഞു കൊണ്ട ഒരു കല്ല് ബിംബത്തിന്റെ കാലമെടുത്തത് തകർന്നുടഞ്ഞ ബിംബത്തെ കാറ്റ് പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ തകർത്ത കല്ല് ഒരു മഹാപർവ്വതമായി വളർന്ന് ഭൂമിയിലൊക്കെ ഇതത്രേ രാജാവുണ്ട്. ശരിയാണ്, ശരിയാണ്. ഇന്ന് കണ്ടത് പോലെ കണ്ടു. ഇനി അർത്ഥം പറയും. മഹാരാജൻ, ബിംബത്തിന്റെ തല അങ്ങ് തന്നെ. അങ്ങയ്ക്ക് ശേഷം ശക്തി കുറഞ്ഞ 4 രാജ്യത്തുണ്ടാകും. 4ാമത്തെ രാജ്യത്തും ഇരുമ്പ് കളിമണ്ണും തമ്മിൽ ചേരാത്ത പോലെ ഭിന്ന രാജ്യത്വമാണ്. ഈ കാലത്ത് സുഖസ്ഥനായ ദൈവം സകല രാജ്യങ്ങളുടെയും തകർത്ത് എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വം സ്ഥാപിക്കും. ഇതത്രേ സ്വപ്നത്തിനെ കൊടുക്കും. ഇനിയും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? തിരുവനന്തപുരത്തെ രാജാവിധാനവും ഐശ്വര്യങ്ങളും അങ്ങേക്ക് തന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. അത് തിരിച്ചെടുക്കാനും ദൈവത്തിന് കഴിയുന്ന സത്യം അങ്ങേ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. നിങ്ങളുടെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവാദി ദൈവം. ഞാൻ ഒരിക്കലും മറക്കും. താങ്കളെ നാം ബാബേൽ സംസ്ഥാനത്തിലെ എല്ലാ കാര്യാദികൾക്കും അധിപതിയാണ്. അതിന് ഉത്തരവുമാണ്. തിരുമനസേ, ചന്ദ്രകുമേശ സംശയം വേണ്ട. നാം അവരെ ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെ ബാബേലിലെ ഓരോ കാര്യങ്ങൾക്കും കാര്യവിചാരകന്മാരും മേൽവിചാരകന്മാരുമാക്കി. നന്ദി തിരുമനസേ, നന്ദി. ദാനിയേൽ, താങ്കൾ ഇനി നമ്മുടെ കൂടെ കോവിലെടുത്ത് നടത്താൻ ഇപ്പോൾ സന്തോഷമായി പോകും.
ഇത് എന്തൊരു പ്രതിമ! 60 മുഴം നീളം, 6 മുഴം വീതി, അത് പൊന്നുകൊണ്ട്. എന്റെ ബാലേവ, ഇതൊരു അല്പം പോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഓർക്കണേ ബാലേവ, ഓർക്കണേ. മെൽസർ, ഇന്ന് സന്തോഷത്തിന്റെ ദിനമല്ലേ? നമ്മുടെ ബാൽദേവന്റെ പ്രതിമയുടെ പ്രതിഷ്ഠാ ദിനമല്ലേ ഇന്ന്? രാജാവിന്റെ മറ്റൊരു സ്വപ്നം കൂടി പോകുന്ന ദിവസമാണെന്ന്. എന്തായാലും കേമം തന്നെ. ബാബേലിന്റെ സകല നേതാക്കന്മാരും വന്ന് നിന്നിട്ടുണ്ട്. എന്തോ ഒരു ജനക്കൂട്ടമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനക്കൂട്ടം വന്നിരിക്കുന്നത്. രാജാവ് എഴുന്നള്ളാൻ സമയമായി. കേട്ടില്ലേ ആരോ? സകല പാർവ്വത ജനങ്ങൾക്കും വന്നാൽ നമ്മുടെ ആജ്ഞപ്രകാരം പാർവ്വതന്റെ പ്രതിമാ പ്രതിഷ്ഠാദിനത്തിൽ എത്തിയിരിക്കുന്ന എല്ലാ ദേശാധിപന്മാർക്കും ന്യായാധിപന്മാർക്കും മന്ത്രിമാർക്കും മറ്റു പ്രമുഖർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ വന്നാൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ മദനീയ മുഹൂർത്തത്തിൽ നാം നമ്മുടെ മഹാദൈവമായ പാർവ്വതന്റെ പ്രതിമ പ്രതിഷ്ഠ ചെയ്തതായി പ്രഖ്യാപിക്കും. ദേവപ്രതിമ സംബന്ധിച്ച നിയമങ്ങൾ അകമ്പടിനായി വിളംബരം ചെയ്യുന്നതാണ്. വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരും നിങ്ങളോട് കൽപ്പിക്കുന്നതെന്തെന്നാൽ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീട് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കും. ആരെങ്കിലും വീട് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാടികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നമസ്കാരത്തിനുള്ള സമയമായി. നമസ്കാരം നടക്കട്ടെ. നമ്മുടെ വാദ്യനാഥ് കേട്ട സമയം നർത്തർക്കും മേശക്കും അഭ്യന്തരക്കും എന്ന യഹൂദന്മാര് നമ്മുടെ യുദ്ധത്തെ വണങ്ങിയിട്ടില്ല എന്നറിവ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ശരിയാണ് തിരുമനസ്സേ, അവര് വണങ്ങിയിട്ടില്ല. അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൊണ്ടുവരും. അസ്മനാസ്, അവരെ കൊണ്ടുവരിക. അതാണ് നിങ്ങൾ നാം നിർത്തിയിരിക്കുന്ന ഈ ദേവനെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്കറിവില്ല. അത് നേരെ തന്നെയോ? അങ്ങനെയുള്ളവരെ എരിയുന്ന തീച്ചൂളരിട്ടുകളെ നാം ആത്മ പഠിപ്പിച്ചിട്ടുള്ളതാണ്.
ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിധിക്കുന്നു. രാജാവിന്റെ ദേവന്മാരെ നിങ്ങൾ സേവിക്കുകയില്ല. യഹോവയാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ നേടുന്ന ദൈവം. പ്രിയമുള്ളവർ, നിങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു ഊഴവ് കൂടെ ഞാൻ നിന്നിട്ടുണ്ട്. അസ്മരാസ് വടക്കുന്നാഥം ആരിവിടെ ഈ ചുള 7 മടങ്ങിരട്ടി ശക്തി പ്രാപിക്കും. അതാ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ഇപ്പോൾ തന്നെ കൈകൾ ബന്ധിച്ച് എരിയുന്ന തീച്ചുള്ളയിലേക്ക് ഇവരുടെ കാൽപാദങ്ങളിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് മേലാണ് ഇതെല്ലാം ഉൾപ്പെടെ വേണം കയ്യിലുണ്ട്. അവരുടെ ചെരുപ്പുകൾ പോലുള്ള കൊട്ടാരത്തിന് പണിവാരം ഉണ്ടാകാൻ പാടില്ല. യഹൂദ കീടങ്ങൾ എരിയിട്ട് മഹാദേവ, ഈ 3 പേരും അങ്ങേക്കുള്ള പ്രഥമയാഗമായി ഞാൻ അർപ്പിക്കുന്നു. സ്വീകരിച്ചാൽ പ്രമാണികളെ, അനവധ്യം. ഒരു പൊള്ളൽ പോലും ഇവരെ ഏറ്റിട്ടില്ലല്ലോ. അതിന് മനസ്സേ നിങ്ങളെ തീരിടാൻ വന്നവർക്ക് എന്ത് ചാമ്പലായി? നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. മണം പോലും ഇല്ല. നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിച്ചു? ഞങ്ങൾക്കരികിൽ ഞങ്ങളുടെ ദൈവം യഹോവയായ ദൈവത്തെ. ആ 4-മനാണ് യഹോവ. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവരാകുന്നു. രാജകൽപ്പനയെ മറന്ന് ഇവർ തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോലും അതിൽ നിന്നും ഇവരുടെ ദൈവം അവരെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം പറയുന്നു, ആരെങ്കിലും ഇനി ഇവരുടെ ദൈവത്തിന് വിരോധമായി സംസാരിച്ചാൽ അവരെ കഷണമായി നാം വെട്ടിനുള്ളൂ. പ്രിയരെ, നിങ്ങൾക്ക് നാം
ദേശത്തിൽ കൂടുതൽ സ്ഥാനങ്ങൾക്ക് പോയാൽ കണക്കായിരിക്കണമല്ലോ. ഇസ്രായേൽ ആക്രമിച്ച് അതിനെ നിരോധിച്ചതിനുള്ള കണക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് സിദ്ദീഖ് രാജാവിന്റെ മക്കളെ അയാൾ മുമ്പിൽ വെച്ചല്ലേ വെട്ടിക്കൊന്നത്? അത് കഴിഞ്ഞ് അവരുടെ കണ്ണു കുത്തിപ്പൊട്ടിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഉണ്ടോ? ഫലം, തവി, വിളക്കുകൾ എന്നിവയുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ട്. അത് കണക്ക് നോക്കുമ്പോ വെള്ളി, പൊന്ന്, താമ്രം എന്നിവയുടെയൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദോഷം പറയുന്നല്ലോ. അതിൽ കുറച്ച് വീട്ടു സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം കള്ളൻ കപ്പലിൽ തന്നെയാണ്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. വെള്ളിയിലും പൊന്നിലും ഒന്നും നമുക്ക് നോട്ടമില്ല. അപ്പോ പറഞ്ഞു തീർന്നില്ല. ഇവിടെ നായൻ വരുന്നുണ്ട്. ഇതാണ് കണക്ക് പുസ്തകമായിട്ട് ഒരു ചർച്ച. കണക്ക് അല്ല, ബാബേൽ സാമ്രാജ്യത്തിന്റെ ധനം വർദ്ധിക്കുന്നത് അങ്ങയുടെ സാമർഥ്യം കൊണ്ടാണെന്ന് പറയുകയായിരുന്നു. നമ്മുടെ രാജ്യത്തിനും രാജാവിനും നല്ലതല്ലേ? തീർച്ചയായും നമ്മുടെ രാജാവിനെ മാനിക്കാത്തവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് യെരൂശലേം ആക്രമിച്ചതും വീടുകൾ തീയിട്ടതും യെരൂശലേം പള്ളി ചുട്ടുകരിച്ചതും. സൊലൊമോൻ രാജാവ് പണിത ആ ദേവാലയം നശിപ്പിച്ചത് ബാബേലിന്റെ കിരീടത്തിലെ ഒരു പെൺകുട്ടികളാണ്. അവരുടെ മഹാപുരോഹിതന്മാരാണ് അവരെ കൊന്നിട്ട്. സമാന്തര യുദ്ധം വെച്ച് നമ്മുടെ രാജാവാണ് അവരെ വെട്ടിക്കൊന്നത്. നിങ്ങൾ എന്തുണ്ട്? രാജാവ് വരുന്നുണ്ട്. ശബ്ദം കേൾക്കും. ബാബേൽ സാമ്രാജ്യം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുക. അതിൽ നാം സന്തോഷമാണ്. അസ്പനാസ്, ഈ രാജ്യഭണ്ഡാരത്തിലെ കണക്കുകൾ ഒക്കെ എവിടം വരെയായി? എല്ലാം പൂർത്തിയായിരിക്കുന്നു തിരുമനസ്. ആയിക്കോട്ടെ, ഭണ്ഡാര വിചാരകന്മാരെ സഹായിക്കാൻ നിങ്ങളും കൂടി ഒന്ന് ചെല്ലും. എന്താണ് തിരുമനസിന് ഒരു ചാഞ്ചല്യം? ഏയ്, ഒന്നുമില്ല. നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിലാണോ എന്നെനിക്കൊരു സംശയം. ഇസ്രായേലിലെ ഫറവോൻ നെഖോയെ പ്രാന്ത നദീതീരത്ത് വെച്ച് തോൽപ്പിച്ചതിന് ശേഷം നമുക്ക് പുതിയതായി പ്രതിരോധങ്ങളൊന്നും തന്നെ യഹൂദയിൽ ഇനിയും അവശേഷിക്കുന്ന പ്രബലങ്ങളായ പട്ടണങ്ങളായ ലാക്കീസ്, അസാക്ക, അവയുള്ള യുദ്ധം തുടരേണ്ടിയിരിക്കുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് രാജൻ. മാത്രമല്ല, നാം യഹൂദിയിൽ ഗെദല്യാവിന്റെ രാജാവാണ്. അവിടെ ഇപ്പോൾ ആഭ്യന്തര കലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ നാൾ
അതാ യുദ്ധങ്ങൾ കൊണ്ട് ബാബിലോണിലെ പുഴകൾ മുഴുവനും ചോരപ്പുഴകളായാൽ ബാബേലിന്റെ വളർച്ചയായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ എപ്പോഴും കൂടെയുണ്ട്. നാം സന്തോഷങ്ങളത്. ഞാൻ അല്പം വിശ്രമിക്കട്ടെ. അതല്പം പോകും. അവിടുന്ന് വരണമെന്ന് അറിയിച്ചിരുന്നത് കൊണ്ട് വന്നു. ശരിയാണ് ദാനി. അവിടുന്ന് വരണമെന്ന് അറിയിച്ചിരുന്നത് കൊണ്ടാണ് വന്നത്. ശരിയാണ് ദാനി. നമ്മളിപ്പോ വിശ്രമിക്കുകയായിരുന്നു. നാം മറ്റൊരു സ്വപ്നം കണ്ടു. ഈ ബാബേലിൽ ഒരു മന്ത്രവാദിക്കും ആഭിചാരികൻ ഇതിന്റെ ഒരു അർത്ഥം പറഞ്ഞു തരുവാൻ കഴിയുന്നേ. ആ വിഷയത്തില് ഞാൻ വ്യാകുലനാണ് ദാനിയേൽ, വ്യാകുലൻ. അവിടുന്ന് സ്വപ്നം പറയുന്നത് ഞാൻ സേവിക്കുന്ന ദൈവത്താൽ അതിന്റെ അർത്ഥത്തിൽ ഞാൻ പറയാം. സ്വപ്നം ഇതാണ്. ഭൂമിയുടെ നടുവിൽ ആകാശത്തോളം നീളമുള്ള ഒരു വൃക്ഷം. ജീവജാലങ്ങൾ അതിന്റെ ഫലത്തിനുകയും കൊമ്പിലും തണലിലുമായി വസിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിൽ നിന്ന് ഈ വൃക്ഷം വെട്ടിക്കളയാൻ തായ്മ ഭൂമിയിൽ ബന്ധിച്ചു വയ്ക്കുവാനും കാണും. പിന്നീട് അവൻ 7 വർഷം ഭൂമിയിലെ പുല്ല് തിന്ന് മഞ്ഞ് കൊള്ളട്ടെ എന്നും അത്യുന്നതനായ രാജ്യത്വം തനിക്ക് ബോധിച്ചവർ കൊടുക്കുന്നു എന്ന് അറിയട്ടെ എന്നും പറഞ്ഞു. ദാനിയേൽ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നീ ഇതിന്റെ അർത്ഥം പറയണം. തിരുമനസ് അങ്ങ് കണ്ട ഉയരുന്ന പക്ഷം ബലവാനായി നിർത്തിയിരിക്കുന്ന തിരുമനസ്. പിന്നീട് കണ്ടതൊക്കെ തിരുമനസിന്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധിയാണ്. അങ്ങേ മനുഷ്യന്റെ ഇടയിൽ നിന്ന് നീക്കി കാട്ടുമൃഗങ്ങളുടെ കൂടെ ഉല്ലുതീരും. ദൈവം രാജ്യത്തിൽ തനിക്ക് ബോധിച്ചവർ കൊടുക്കുമെന്ന് ബോധ്യപ്പെട്ട ശേഷം തിരുമേനിക്ക് രാജ്യത്വം സ്ഥിരമാണ്. ഇതാണ് അങ്ങ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം. മനസ്സിലാക്കുന്നു ദാനിയേൽ, മനസ്സിലാക്കും. എന്റെ ആലോചന എനിക്ക് ശുഭകരമായിരിക്കട്ടെ. നീതിയും കൃപയും അവിടുന്നുണ്ടാകണം. പിന്നീട് സുഖകാലം ദീർഘമായി. ഇപ്പോൾ അടിയനെ പോകാൻ അവിടുന്ന് സ്വപ്നം പറയുന്നത് ഞാൻ നന്ദി തിരുമനസ്. പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം സ്വപ്നത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നെബൂഖദ്നേസറിന് വന്നു ഭവിച്ചു. അവനെ രാജ്യത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിൽ നിന്നും നീക്കം ചെയ്തു. അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു.
ആ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെ സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു. ഹലോ, ആ ഞാനാ ജേസണാ. നാടകം ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഞാനിപ്പോ പള്ളിയിലാണ്. ഞാനിപ്പോ കൃത്യമായിട്ട് ഓഫീസിലുണ്ട്. അവനാ അവൻ വന്നിട്ടുണ്ടോ? എടാ ജാമ്യത്തിൽ കണക്കിൻ്റെയാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ചുമ്മാ ഓരോ കൊല്ലം ഉണ്ടാക്കാൻ. ശരി, നാളെ ജില്ലാ കമ്മിറ്റിക്ക് കാണാം. ഓക്കെ ബൈ. അല്ലേ ഞാൻ പോയി ഞാനെവിടെ പോകും? ഞാൻ കുറച്ച് അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. എടാ ഒരു പ്രധാന എൻ്റെ അനുജനെ കൊന്നവൻ നമ്മുടെ ഗ്രൗണ്ടിൽ കിട്ടും. എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. തേടിയ വള്ളി കാലിൽ തന്നെ ചുറ്റിട്ടുണ്ട്. നീ പ്രശ്നത്തിലൊന്നും പോയി. എനിക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല. നീ ഏത് ലൈനിൽ നിൽക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ പോപ്പിനെ ചുമ്മാ കുർബാന പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ആൽവിൻ, ജെയ്സൺ, ഈ വർഷത്തെ നല്ലൊരു നാടകം സമർപ്പിച്ചിരിക്കുന്നു അല്ലേ? ആ പീറ്റർ സാറ് ക്ലബിന്റെ സെക്രട്ടറി ആയിരിക്കും. പറഞ്ഞ കാര്യം മോളെ നമുക്ക് നാളെ കഴിഞ്ഞ് കമ്മിറ്റി കൊണ്ടുകൊണ്ടോ കണക്കും മിനിറ്റ്സ് എല്ലാം റെഡിയായിക്കോ. ഇതെല്ലാം റെഡിയാണ്. എപ്പോ വേണേലും നമുക്ക് വന്നാൽ ഓടുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. വരവുക സമം ചെലവുക, അത്ര തന്നെ. അല്ലാതെ തന്നെ പോളെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കുറെ ആയല്ലോ, കുഴപ്പമില്ല. അടുത്ത സെക്കൻഡ് ഞങ്ങളായിരിക്കും. അയ്യോ എന്തായേ, ഒരു തമാശ പറഞ്ഞു പോയതാണ്. ഇത്തവണ നമുക്ക് കുറച്ച് കാര്യവിചാരമുള്ള ആൾക്കാരെ കമ്മിറ്റിയിലുണ്ട്. എന്നെ ഉദ്ദേശിച്ചാൽ കേട്ടോ. മാറ്റം മാറ്റം വരേണ്ട സമയമായി. സമൂഹത്തിലാണോ ഒരുപാടുള്ളവരെ വേണം ഈ കമ്മിറ്റി എടുക്കാൻ. എന്നെ ഉദ്ദേശിച്ചല്ല കേട്ടോ. കഴിക്കാനുള്ള വല്ല സാധനം കൈകോപല്ലേ? എന്താ ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയുള്ളതാ. എവിടെ സാധനം കൈ വെക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? വേറൊരു ആവശ്യത്തിനാ, വേറൊരു ആവശ്യത്തിനാ. വേറെന്താ ആവശ്യമാണ്? വേറെ ആവശ്യമില്ല. അവനവന്റെ അഞ്ചിനെ കൊന്നാലെ കൊല്ലാൻ വേണ്ടിയാണ് പോലെ നടക്കുന്നത്. ശരിയാണ്. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ആർക്കുമല്ല. നിങ്ങൾക്ക് ആർക്കുമല്ല നഷ്ടപ്പെട്ടത്. എനിക്കാണ് നഷ്ടപ്പെട്ടത്. എരിയുന്ന കനലാണ് ഞാൻ. ഇത് വേണ്ട, അഭിനയമൊന്നും കാണിക്കരുത്.
ആദ്യത്തെ പിന്നാലെ ചെല്ല്. അവനെ പറഞ്ഞ് മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരുക. Congratulations. Thank you. ലൈസൻസ് ആണെന്ന് സോനം ചാക്കിയല്ലേ അങ്ങനെയൊന്നുമില്ല. അവിടെ ആൽബിനാരും കുറ്റമൊന്നും വേണ്ട. അവൻ ബോംബ് പൊട്ടിച്ചതിനാണ് നിങ്ങളെല്ലാവരും കൂടെ. ഇത് ക്രിസ്ത്യനാഴ്ചന്റെ ഓഫീസാണ്. ഞാൻ പറയുന്നത് ശബ്ദം ഉണ്ടാക്കുന്നത് ഒരു നല്ല നാടകം കണ്ടു കഴിഞ്ഞത് ദശാവീക്ഷത്തിന്റെ കിരാത വാഴ്ചയ്ക്ക് കീഴിൽ പ്രവാസത്തിലെ ജനതയുടെ മുമ്പിൽ സ്വന്തമായി പേര് നടത്താത്ത ഇഷ്ടഭക്ഷണം കഴിക്കാൻ നടത്താത്ത ഇഷ്ട ദൈവത്തെ ആരാധിക്കാനൊക്കാത്ത പ്രവാസം പങ്കിലും ആത്മീയരും അനാര്യരും ചുറ്റികരിക്കപ്പെടുന്നു. വീണ്ടും പ്രവാസം അത് കൂടാതിരിക്കണമെങ്കിൽ വിഭാഗങ്ങൾ മാറ്റുക, ഒരുമിക്കുക, ഒറ്റക്കെട്ടാകുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നാണ്.